അവനവൻ നാട്ടിൽ വന്നാൽ ആദ്യം ചെയ്യേണ്ട മര്യാദ എന്തറിയോ? നല്ലപോലെ സ്വീകരിച്ചിരിക്കുക, നല്ല സൽക്കാരം ചെയ്യുക, നല്ലപോലെ യാത്ര അയക്കുക. അതാണ് നാട്ടിന്റെ വീട്ടിന് മര്യാദ. അയാളെ വെളിയിൽ വന്നല്ലുള്ളൂ. അയാളുടെ സ്വഭാവം എന്താണ്, ഭാഷ എന്താണ്, ശീലം എന്താണെന്ന് എല്ലാം വല്ല മനസ്സിലാക്കിയിട്ടാണ്. അയാൾക്ക് വല്ല അബദ്ധം പറ്റിയതാണെങ്കിൽ പറഞ്ഞത് മുഴുവൻ കിടപ്പിലാവില്ലേ? ആൾക്കാർ കിടക്കണ കാര്യമല്ല പറഞ്ഞു. ഈ പറഞ്ഞ ബാക്കി കിടപ്പാകില്ലേ? തെറ്റുകൾ സംഭവിക്കാൻ വേഗമാകും. ആ തെറ്റ് പരിഹരിക്കാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യും, ഒരു പ്രാവശ്യം വിട്ടു നോക്കുക. വീണ്ടും പതേ ആവർത്തിക്കണമെങ്കിലോ നിന്നെ നായി വലിച്ചപ്പോ വെച്ച ഇഞ്ചക്ഷൻ രണ്ടെണ്ണം നമ്മുടെ പെട്ടിയിൽ സ്റ്റോക്കാണ്. ആ 2 ഇഞ്ചക്ഷൻ ചിപ്പറിന്റെ 2 ഭാഗത്ത് വെച്ചാ ചെട്ടിയുടെ കംപ്ലൈന്റ് അതോടെ കൊടുത്തില്ല. എന്തിനാ പറഞ്ഞ അയാൾക്കല്ല അബദ്ധം പറ്റിയ, അബദ്ധം പറ്റിയത് മുഴുവൻ നമ്മൾക്ക്. എന്താ കാര്യം അറിയോ? ഇയാളുടെ സ്വഭാവം ഇപ്പോഴാണ് മനസ്സിലായത്. ഇയാൾക്ക് അബദ്ധം പറ്റിയല്ല, അയാളുടെ ജന്മക്കോളം തന്നെ അത് അവസാനം വരെ ഉണ്ടാവും. എന്താ കാര്യം അറിയോ? ഈ ചെട്ടിയാരെ എന്താ നിങ്ങൾ ഏടാപുരത്തിനാണ് നിങ്ങളുടെ കളിയും പാട്ടൊക്കെ? സർവീശനെ ഭഗവാൻ ഓരോ മനുഷ്യന്മാർക്ക് ഓരോ ഭാഷകളും ശീലങ്ങളും സ്വഭാവങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ്. എല്ലാവരും ഒരേ മാതിരിയാണ് പറഞ്ഞ ലോകമുണ്ടാ. ചെട്ടിയാരെ നിങ്ങളുടെ ഭാഷയെ ശീലം എല്ലാം ഞാൻ പറഞ്ഞത് എന്താ കാര്യം അറിയോ? ഈ പൊറാട്ട നാടകം എന്നൊരു സംഗതിയുണ്ട്. അത് 400 വർഷത്തിൽ പഴക്കമുണ്ടെന്നാണ് നമ്മുടെ മൺമറഞ്ഞു പോയി നമ്മുടെ ഗുരുക്കന്മാർ ആശാന്മാര് പറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒരുപാട് പുണ്യപുരാണ കലാരൂപങ്ങളുണ്ടായിരുന്നു. ഹരിചന്ദ്ര നാടകം, ആര്യമാല, സത്യവൻ സാവിത്രി, വള്ളിത്തിരുമണം, പവിടക്കൊടി, നല്ലതങ്കാൾ, കോവിലൻ കഥ, അങ്ങനെ ഒരുപാട് കലാരൂപങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മൺമറഞ്ഞു പോയിരിക്കുക. ഇപ്പൊ അവശേഷിക്കുന്ന പാലക്കാട് ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു കലാരൂപം പൊറാട്ട നാടകം മാത്രമേ ഉള്ളൂ. അത് പാടുന്നതിന് കളിക്കുന്നതിന് ഒരു വിധത്തിലുള്ള സന്തോഷമുണ്ട്. പക്ഷെ നല്ലപോലെ പാടിക്കളിക്കും ചെട്ടിയ. ഈ പൊറാട്ട നാടകത്തിൽ സംഗീതം ഉണ്ടല്ലോ, എത്ര സംഗീതങ്ങളും ഉണ്ടെങ്കിലും അതൊന്ന് വേർവിട്ട് നിൽക്കുന്ന സംഗീതമാണ് പൊറാട്ട നാടക സംഗീതം. അതുകൊണ്ടാണ് കൊട്ടുകാരെ മാണിക്കെ കേടി കൊട്ടുമ്പോഴേക്ക് ആൾക്കാർ പായി തലയാണി കൊണ്ട് മുമ്പിൽ വന്നിരിക്കുന്നത്. നന്നായി പാടിക്കളിക്കും ചെട്ടിയല്ലേ.
എന്തിനാണ് വട്ടത്തിൽ കളിക്കുന്നു? അവൻ തൃപ്പാലൊരു കാര്യത്തിന് കൊണ്ടിന്റെ അരി ഉള്ളാറ്റം വരണം. ഒരൊറ്റ വിചാരം മാത്രമേ അയാളെ കൊണ്ട് ഞാൻ മനസ്സിൽ കൂട്ടി ഇപ്പൊ ഞാനെന്താ കളിക്കണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. എന്ത് കളിയും പോട്ടോ നിങ്ങളെന്താ കുട്ടികളെ വല്ല സൈക്കിളിന്റെ ടയറോ സൈക്കിളിന്റെ വീലെ കുറിച്ച് കളിക്കുമ്പോൾ കളിക്കുന്നത് ഇത്ര തീർച്ചയായിട്ടും തെറ്റിയല്ലേ? സമാധാനത്തിൽ പാടി കളിക്കും. നേരം കൊടുക്കാൻ സമയം കിടക്കുകയല്ലേ? സംഗതി നാരകപ്പാട് നിന്റെ അടുത്താണല്ലേ സംഗതി. നല്ല കാര്യങ്ങൾ എപ്പോഴും മനസ്സിലാക്കുമ്പോ സംഗതി വൈകും. എന്താ പഴയ കാലമാരിയല്ല കൂടെ തൊഴിലിരുന്ന് ചെടി നിങ്ങളുടെ കാലമാണെന്ന് നീയാണ് ഇപ്പൊ ഈ ചെട്ടിയടിനടക്കം ഭ്രാന്താക്കുന്നത്. പറഞ്ഞത് അല്ല സമാധാനത്തിൽ കളിക്കാൻ എന്താ മുട്ടുംകാലി കുത്താത്തത് ഭാഗ്യം. എന്തായാലും ഇക്കൊല്ലം നമ്മള് വഴിയിലേക്ക് പോകും. ഇക്കൊല്ലെന്നല്ല എല്ലാ വർഷവും പുറാട്ട നാടക കലാകാരന്മാര് വൃശ്ചിക മാസത്തിൽ പരിപാടി തുടങ്ങി ഇടവത്തിൽ 10 വർഷം കൂടുമ്പോ പരിപാടി അവസാനിക്കും. പണം തുടങ്ങുമ്പോ പറഞ്ഞു മനസ്സിലായോ? സുബ്രഹ്മണ്യന്റെ അവിടേക്ക് പോകാനുള്ള ഫണ്ട് വെച്ച് കളിക്കാരും കുടുംബ സമേതം നമ്മള് സുബ്രഹ്മണ്യന്റെ മല കയറി യാത്രയും വഴിപാടൊക്കെ സുഖകരമായി ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരും. അതാണ് സാധാരണ പതിവ്. ഇപ്രാവശ്യവും തമ്പുരാൻ നമ്മളെ കാക്കുകയാണെങ്കിൽ അനുകൂലം തരുമെങ്കിൽ നമ്മൾ പോകും. പക്ഷെ എനിക്കൊരു പേര് മാത്രമേ നമ്മളെ എല്ലാവരും കൂടി പോകാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴേക്കും നീ ആദ്യം പോകുവാണെന്നാ പേടി. ഞാൻ എവിടെ പോകാനും നിങ്ങളുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും. എന്താ 2 ലക്ഷം റുപ്യ അങ്ങനെ ഞാൻ പോകുന്നു. എന്താ ലോട്ടറി അടിച്ചത് 2 ലക്ഷം പോട്ടെ. എന്താ നിങ്ങളുടെ കൈയും പഴനിക്ക് പോയി വരുന്നവരെ ഇവിടെ തന്നെ നിന്ന് കളിച്ചാ ഞാൻ കുളിക്ക് ക്ഷീണം ഉണ്ടാക്കില്ല. നേരമ്പോഴത്തേക്ക് കൂലി അമ്മ ചെയ്ത കൂലി. നിങ്ങളുടെ കളിയും പാട്ടൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. നല്ല കളിക്കാരോ നിങ്ങള്. നാളെ വന്ന് നിങ്ങൾ കളിക്കാൻ നാളെ ഈ സമയത്ത് നമ്മള് കൊടുവായി കണ്ണം കൊടുക്കണം. നാളെ മുതൽ നിങ്ങൾ ആ പരിസരത്തിൽ വരണ്ട. നേരെ പണി കളിക്കാനോ കളിച്ചിട്ട് പിന്നെ അവൾ നേരെ മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് ആള് പോകുന്നെങ്കിൽ ബന്ധുക്കാരിലേക്ക് അറിയിച്ചോളും. എന്തായാലും പാലക്കാട് ചന്ദ്രനഗറിലോ തൂറ്റിപ്പാലത്തോ തിരുവല്ലാമലേക്ക് എവിടേക്കാ കൊണ്ടുപോയി തീരുമാനിക്കും. ജീവനോട് അടിയന്തരം കഴിക്കും. നിന്നെ നിറങ്ങി തന്നെ ചെട്ടിയാരെ നിങ്ങൾ എന്താ ചെയ്ത പണി? നിങ്ങൾ വട്ടുകൂട്ടം മൂലമടക്കം ചെയ്തവർ നിങ്ങളുടെ തൊഴിലും പ്രവൃത്തിയല്ലേ? അതിന് ഞങ്ങൾക്കൊന്നും എതിർപ്പില്ല. അവരവരുടെ കുലത്തൊഴിൽ അവരവർ നിലനിർത്തണം. നമ്മൾക്ക് ആവശ്യമില്ലെങ്കിൽ പിൻതലമുറകൾ നമ്മുടെ കുട്ടികളുടെ പല കാര്യങ്ങളും നല്ലത് പഠിപ്പിക്കാനുണ്ട്. അത് നിങ്ങൾ പണി ചെയ്തോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ആയുധം ശരിയല്ല ചെട്ടിയാരെ. ഞങ്ങളുടെ വീട്ടിലെ അരിവോടെ കൊടുവോടൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഭദ്രമായ പൊടികൾ കാണാൻ എന്തൊരു സൗന്ദര്യമാണ്. പക്ഷെ നിങ്ങളുടെ കത്തിയില്ലേ, ആ കത്തി ജനിച്ച മുഖത്തോട്ട് ഒന്ന് വലിയ അതൊരു പൊടിയേയില്ല. നിങ്ങള് കഴിഞ്ഞ മാസം 13-ാം തീയതി തത്തമ്മ പീഡിയെ കോടി വെച്ച് കൊട്ടുകാരെ മണിക്കുന്ന നേരിട്ട് ഇങ്ങോട്ട് നീട്ടിയല്ലേ? അരിവയിട്ടാണ് ആ കത്തി പോയി കൊണ്ടത്. 14 തുന്നലാണ്. നിന്നെ ചാറ്റി കെട്ടുകൊണ്ട് ആ കുറച്ച് കൊടുത്താക്കും ഞാൻ. ആസ്പത്രിയിൽ തുന്നിയത് ടൈലറെ വന്ന് അടിക്കുന്നത് നേരെ പാടി കളിക്കുന്നത്.
ചോദ്യക്കാര മണിനുട്ട ഒരു കൊട്ടുകാരൻ, ഒരു കളീച്ചൻ, ഒരു ചോദ്യക്കാരൻ. ആരുടെ കണ്ണും ചെട്ടിയാലേ? തത്തമ്മ ആലമണ മുറിമണിനുട്ട എന്താണ് ചക്രമണിയാ? ഈ വലിയ 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 കാരാമണ മുഴുവൻ അന്വേഷിച്ചു വരണ തത്തമ്മ ആലമണ മുരുകൻ നിങ്ങളുടെ കൂട്ടത്തിൽ എന്താണെന്ന് ചോദിക്കുന്നത്. കൽപ്പത്തി അഗ്രകാലത്ത് വന്ന ആളാണ്. രാവിലെ എത്ര മണിക്കാണ് നീ കൽപ്പത്തി വരുന്നപ്പോ നീ എന്താ ചെയ്യുന്നത് പറഞ്ഞപ്പോ മുള്ളമീൻ അടുപ്പിലിട്ടുണ്ട്, വെള്ളച്ചോറുണ്ട് കൊണ്ടിരിക്കുകയാണ്. എന്താ ഭാഷ മാറിയത് കേട്ടോ? ഇറച്ചി കുമ്പളങ്ങിയല്ലേ? പോട്ടെ, മുരുകന്റെ കൂടെ ആരാണ്? എന്തായാലും മുരുകന്റെ സമയം തന്നു. നിങ്ങൾ ചങ്ങാതിയാണ്. പിന്നെന്താ അവന്റെയാണ്? നിങ്ങൾ എന്ന് ചങ്ങാതിയായോ അവന്റെ കാര്യം വളരെ കഷ്ടമായി. അപ്പൊ ഞാനിത് വേണം എന്താ ഇയാളെ പൂണ്ടാൻ പറ്റിയില്ലേ? ഞാൻ എത്ര നേരം അവരടുത്ത് സംസാരിക്കുന്നത് എനിക്ക് ഭാഷയെ മനസ്സിലായില്ല. ഇപ്പൊ മിനിറ്റ് നേരം കൊടുക്ക പച്ചപ്പടം പോലെ പറയുന്നതാ. എങ്ങനെ നീ നന്നാകും? നശിപ്പിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരാണ്. ഞാനിത് വേണം കെട്ടിയാലേ എന്താ പിന്നെ പൂണ്ടാൻ പറയുന്നത്? വിളിക്കാൻ പറയാണ്. ഈ പാവിന്റെ കണ്ണും മുട്ടില്ല. ശരി, ഞാൻ വിളിച്ചാൽ എന്നത്തേക്ക് കത്തിനെ വായിക്കുന്നാണെങ്കിൽ നേരെ പുറത്തുപടിക്കെങ്കിലും വായു കൂടുവോ? നല്ല ബുദ്ധിയില്ലാത്തതെ. ഒരാൾ വായു നനങ്ങിയത്, ഒരാൾ വായു കൂടിയെന്ന്. എന്താ പറയുക? കാപ്പിട്ട് കത്തിയത് ഭ്രാന്ത. ഇയാളാ നിന്നെ അന്വേഷിച്ച് വന്നാള്. നിന്റെ ചങ്ങാതി എത്ര? അയാളത്തെ കഥകൾ പെറുക്കിട്ട് വല്ല എടുത്തറിയാൻ അറിയാൻ. നിന്റെ ചങ്ങാതിയെ വിളിച്ചു നോക്കി. നീ പഠിക്കണ്ട മുരുക. ആളുടെ മനസ്സിലാകണ്ട. ഏ ചെട്ടിയല്ലേ? നിങ്ങൾ ആരെ കാണാൻ വേണ്ടി വന്നു? ഉറപ്പല്ലേ? തത്തമകനെ ആറാമാണ് മുരുകൻ അന്വേഷിച്ചു വന്നില്ലേ? ഇതന്നെ അദ്ദേഹം. നിന്നെ കണ്ട സന്തോഷല്ലേ? സമാധാനത്തിൽ നിങ്ങളുടെ രാജാമെന്ന് അവിടെയാണ്. രാജ്യം പുരുഷാരി സംഘാരം. ഓ അതൊക്കെ സിംഗാരം. സിംഗാരം അവതാരം അവതാരം പരമേശ്വരനാണ്. അവതാരോ ഭഗവാന് ശിവായി വന്നു. വന്നു. അപ്പൊ കത്തില്ല. എങ്ങനെ? നിറയും കൂടെ മണ്ണെണ്ണ വെച്ച നമ്മൾ കത്തുവോ? നല്ല ബുദ്ധി രക്ഷത്തെ. മണ്ണെണ്ണ വെച്ചല്ല 10,000 പേരടക്കം കത്തും. പിന്നെ ബാക്കി ഉണ്ടാകുമോ? അയാൾ പറഞ്ഞത് ഒരു കാര്യം ശരിയാണ്. പരമശിവ പുരുഷൻ അവതാര പാക്കനാരി. അവരുടെ കുലത്തിൽ ജനിച്ചാണ് ഒരു വർഗം. വളരെ സത്യസന്ധമായി ജീവിക്കുന്ന കൂട്ടരാണ്. അന്നും ഇന്നും എന്നും അവരുടെ മനസ്സിൽ കളക്കുമില്ല, അവരുടെ പ്രവൃത്തിയിലുണ്ടാകില്ല. അന്നും ഇന്നും സത്യത്തോടെ നടക്കുന്ന ഒരു സമാധാനമുള്ള മനുഷ്യന്മാരെ അവർ മാത്രമേ ഉള്ളൂ. ശിവൻ തിരിഞ്ഞണ്ട. പണിയിലാണ്ട് ശിവൻ പണിയിലാണ്ട് തിരിഞ്ഞ പറഞ്ഞ മുട്ടുകാരെ തല്ലി പോയി കൊടുത്തു. ശിവനാണെങ്കിൽ കത്തി പാമ്പ് കാണില്ലാണ്ട് കത്തി കാണാനില്ല. വയറിയ പാമ്പ് കാണും. എന്ത് പാമ്പ്? അത് നിങ്ങൾ വന്നവരുടെ അപ്പനെ വരണ്ടാണ്. ചെറ്റേര് പൊക്കാൻ തുടങ്ങിയിട്ടാ. ഓരോ മനുഷ്യന്മാരും ഓരോ ശീലങ്ങളും ഓരോ ഭാഷകളുണ്ടോ അയാളുടെ കളിയാക്കാറുള്ളത്. നിങ്ങളുടെ വരുന്നതാ വെള്ളക്കറവരെ. വെള്ളക്കറവരെ. നിങ്ങളുടെ അപ്പന്റെ പേര്? എന്താ പേര്? എനിക്ക് എപ്പോഴും ആളുടെ മനസ്സിലായത് നമ്മുടെ പഴയ മുണ്ടന്റെ മകളെ നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ അപ്പന്റെ പേരോ? അതിനെ മുണ്ടനെ മണി ഞാനും പറഞ്ഞത് ചൂടാണോ അല്ലേ? നിന്റെ പേരെന്താ? അറിയില്ല. മാണിക്കൻ. നിന്റെ അപ്പന്റെ പേരെന്താ? എന്താണ് നിന്റെ അപ്പന്റെ പേര്? എന്താണ്? എന്റെ പേര് കേൾക്കുന്ന ഒരു മര്യാദയാണ്. എന്റെ അപ്പന്റെ പേരിലൊക്കെ നീ ആരാണ്? ആരാണെന്നാ? എനിക്ക് നേരത്തെ കോലി പോണ മറിയ നിന്റെ അപ്പനാണെന്നെ അറിയില്ല. നിന്റെ അമ്മയുടെ അടക്കം പറഞ്ഞോ?
അവൻ 5 പൈസക്ക് കൂട്ടുണ്ടാക്കണം അവരുടെ കൂലിയിലാണ്ട് പോവോ? അപ്പൊ എന്റെ അപ്പന്റെ പേര് എനിക്കറിയില്ല. അറിയണം. എന്റെ അപ്പന്റെ പേര് വന്ന് വേലായുധൻ. വേലായുധൻ. വേലായുധന്റെ മകൻ മാണിക്കുന്ന എല്ലാരും പറയുന്നത്. അങ്ങനെയാണ് മറ്റേ നാട്ടുകാരൊക്കെ പറയുന്നത്. നമ്മുടെ പറയില്ല. നമുക്കെന്താ അതിന്റെ ആവശ്യം? നിങ്ങളുടെ കേട്ടതാ ഞങ്ങളുടെ കൊള്ളക്രമല്ലേ നിങ്ങളുടെ അപ്പന്റെ പേരോ? അപ്പന്താരും മുണ്ടനാത്ത് അതെല്ലാം മുണ്ടനമാരന്റെ ആരും പറഞ്ഞതോ? ഓടാതെ ഓടാതെ മുണ്ടനമന മുണ്ടനമന വാട്ട മുണ്ടനമനെ മുണ്ടനമന. മഹാഭാവികളെ കൊണ്ട് മനസ്സുകൊണ്ട് എത്ര സമാധാനത്തിൽ ഞാൻ വീട്ടിൽ കൊണ്ടാണ്ട് കിടന്നുകൊണ്ടാണ് വിളിച്ചു കൂട്ടിക്കൊണ്ട് വന്ന് തൊഴിൽക്കള് ഞാൻ പറയുന്നത് കഴിച്ചാലോ ആലോചിച്ചാലോ നിങ്ങൾ ഈ നേരത്തെ നിങ്ങൾക്ക് 5 മണിയോട് നിങ്ങൾ വെച്ചാൽ മതി. ചെട്ടിയരെ നിങ്ങൾ പറഞ്ഞതും അവൻ പറഞ്ഞൊക്കെ ശരിയല്ലേ? ഭ്രാന്ത പഴയ കാലത്തുള്ള പേരുകൾ എങ്ങനെയാണ്? അതിന് കളിയാക്കാനും മോശമാക്കാനും പറ്റില്ല. കാരണം എന്താ അറിയോ? അക്ഷരാഭ്യാസമില്ലാത്ത കാലഘട്ടത്തിൽ എഴുതിയ പേരല്ലേ? മുണ്ടൻ, കേത്തൻ, മായൻ, ചെടയൻ, ചീർമ്പൻ, മലയൻ, കുഞ്ചൻ, കുഞ്ചായി അങ്ങനെയുള്ള പേരുകളൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റാൻഡേർഡ് കൂടി ഇപ്പൊ പേര് പറഞ്ഞാൽ കിട്ടാത്ത പേരുകളായി. ചെക്കനെ കൂടി ചോദിക്കുന്നത് ഈ കുട്ടിയുടെ പേരാണ്. അതെ. എന്നാലും പഴയ കാലത്താണെങ്കിലും ഈ കാലത്താണെങ്കിലും മക്കളുടെ ഫുൾ അഡ്രസ് അറിയുന്നതിൽ അച്ഛനമ്മന്റെ പേര് പറഞ്ഞാൽ അറിയുള്ളൂ. നാളെ ഇയാളെ പഞ്ചായത്തിലെ വില്ലേജിലെ ബാങ്ക് എവിടെയും പോയാൽ ആ ഓഫീസറെ കണ്ട ഉടനെ ചോദിക്കും, എന്താ കുട്ടി നീ മുണ്ടന്റെ മകനല്ലേ? എടാ എന്നാലും ഇത്രയും ജനങ്ങളുടെ ഇടയിൽ വെച്ച് അയാളുടെ മുഖത്ത് നോക്കി മുണ്ടൻ മുണ്ടൻ ചെട്ടിയാര് മകനെ ഇത് വളരെ ചോദിക്കും. ചെടിയുടെ പേരൊരു സാരി ഇട്ടാ കുട്ടങ്ങത്തിൽ ഊന്ന് കളിക്കും നാളേന് വരും നിന്റെ ചന്തോളത്തിനും കട്ടുന്നതിനും ഉറക്കപ്പെടുന്ന വേഗം കൊണ്ട് വാ. അതെ എന്നെ മേജ് വന്നിട്ട് തന്തുള്ള മണിയത്ത് പൂമ്പുഴത്ത് അന്ന് 2 കിലോ കൊണ്ട് പോകുമ്പോഴോ എന്താ പാലപ്പള്ളിയിൽ പള്ളിപ്പൊക്കെ ഇരിക്കുന്നതാണ്
പൂമ്പഴം പറഞ്ഞ ഭാര്യ ഭർത്താവിനെ വർണ്ണിക്കുന്നതാണ്. അതെ. പൂമ്പഴം പോലെ ഇത് അത്രയും മധുരമേറിയ സാധനമാണ് സ്വന്തം ഭർത്താവ്. അതെയോ? അതാ പറഞ്ഞത്. അതേട്ടോ ഞങ്ങൾ നേരെ വന്നിട്ട് ഞാനിവിടെ കാര്യം കാര്യമൊന്നുമില്ല കാണാൻ പറ്റില്ല കുഞ്ഞാപ്പട കുഞ്ഞാമ്മ എന്ന് പറഞ്ഞ നിങ്ങക്ക് മനസ്സിലായ? എനിക്ക് മനസ്സിലായിട്ട് എത്ര നേരം കുഞ്ഞാപ്പട കുഞ്ഞാമ്മ എന്ന് പറഞ്ഞ പുതുമഴ പെയ്യുമ്പോ ഡാമിന്റെ മുകളിൽ കൂടെ മെല്ലെ അടിച്ചങ്ങോട്ട് പോകും കുഞ്ഞാമ്മ. പോത്തുണ്ട് ഡാമിന്റെ മുകളിൽ കൂടെ അരിച്ചു വരുന്ന സാധനം ആറാമോളം പണിക്ക് അങ്ങനെ വിമാനത്തിലാണ് വല്ലാതെ പടിയെ അരിച്ചതിന് വരുള്ളൂ. നീ പറഞ്ഞത് കുഞ്ഞാമ്മ, ആ പെൺകുട്ടി പറഞ്ഞത് കുഞ്ഞമ്മ. കുഞ്ഞമ്മ പറഞ്ഞാലും മനസ്സിലായോ? ചെറിയമ്മ. എന്ത് ചെറിയ ആമയാണ് പറഞ്ഞത്? ചെറിയ ആമയല്ല, ചെറിയ അമ്മ പറഞ്ഞ ആളാണ് മനസ്സിലായോ? ഈ പെൺകുട്ടിന്റെ അമ്മന്റെ ഇളയവള്ളു ചെറിയമ്മ. അങ്ങനെ പറഞ്ഞല്ലേ? മുരുകത്തിന്റെ പകരം തമ്മിത്തരം പഠിക്കും വേണ്ട. സമുദ്രം വരാതെ തമ്മിത്തരം പഠിക്കും. നമുക്ക് എന്തിനാണ് മോഹനൽ പടം നമ്മക്കല് പടാ പണ്ട് ഈ ബകരെ മുകളിലെ മലയാളം മലയാളം
സന്തോഷമുള്ള അങ്ങനെ ഉണ്ടോ? അപ്പൊ ഈ ദിവസം കാണാം.